നിങ്ങളൊക്കെ അറിഞ്ഞോന്നറിയില്ല. നമ്മുടെ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു സംസ്ഥാനവും രാജ്യവുമുണ്ട്. അത് ഞാൻ ഈ 2 ദിവസമായിട്ടുള്ളൂ അറിഞ്ഞിട്ട്. നിങ്ങളും അവിടുന്ന് ഇവിടുന്ന് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ന്യൂസുകൾ. അപ്പോൾ ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ആദരണീയനും ബഹുമാന്യനുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മറ്റൊരു സ്ഥലവും അല്ല, അത് മലപ്പുറം തന്നെയാണ്. മലപ്പുറത്തിനെ കുറിച്ചാണ് പൊതുവേ ഇതേപോലെയുള്ള കമൻറ്റുകളൊക്കെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് അവിടെ ശ്വസിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും പഠിക്കാനും ഒന്നും സൗകര്യമില്ലാതെ കഷ്ടപ്പെടുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായെങ്കിൽ പോലും യാതൊരു സ്വാതന്ത്ര്യവും അനുഭവിക്കാതെയാണ് മലപ്പുറത്തുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ കഷ്ടപ്പെടുന്നതെന്നാണ് പിന്നോക്ക വിഭാഗത്തിൻ്റെ നേതാവായ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പറയുന്ന അഭിപ്രായം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടോയെന്നറിയില്ല. ഇദ്ദേഹത്തിന് ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നറിയില്ല. ഒന്നില്ലെങ്കിൽ അവിടെയുള്ളവർ പരാതി പറഞ്ഞിട്ടാവണം, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാവണം. എന്തായാലും അവിടെ താമസിക്കുന്നവർക്ക് ഇങ്ങനൊരു അഭിപ്രായം വരാൻ ഒരു സാധ്യതയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ ഒരു ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്, മിക്കവർക്കും അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇത് കൃത്യമായി വന്ന് പറയുന്നുണ്ട്. ഞാനൊരു മലപ്പുറംകാരനാണെന്നും ഞാൻ മലപ്പുറംകാരനായതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്നും. കാരണം പല അഭിപ്രായങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള റിയാക്ഷൻസ് വരാം. പക്ഷേ മലപ്പുറത്തായതുകൊണ്ടാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. മലപ്പുറംകാരനായ സായി കൃഷ്ണ പറയുന്നത് ഇതാണ്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്? ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളൊക്കെ മലപ്പുറത്തുള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും അവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണം, അതായത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആരും മോശമായിട്ട് പെരുമാറി എന്നല്ല അർത്ഥം. പക്ഷേ ഇവരുടെ ഒരു ആത്മാർത്ഥതയും സ്നേഹവും അവർ നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര നമ്മുടെ ആരോ ആണ്. നമ്മൾക്ക് കാലങ്ങളായിട്ട് ഇവരെ നമ്മുടെ കൂടെയുള്ളവരാണെന്ന് തോന്നിക്കും. നമ്മൾ ആദ്യമായി കാണുന്ന ഒരാളെപ്പോലും അത്ര നന്നായി ബിഹേവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ എനിക്ക് തോന്നുന്നു, ഇനി സീറ്റാണോ ഉദ്ദേശം, രാഷ്ട്രീയമാണോ, എന്തായാലും ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിൽ നല്ലോണം നിൽക്കുന്ന കുറേ മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു ചെന്നായി ആവാൻ നിൽക്കരുത് പ്ലീസ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. പലതരത്തിൽ ഇതുമാതിരിയുള്ള എന്താ പറയുക വർഗീയതയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾ മാത്രമായിരിക്കും. ഇതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കില്ല, അത് വേറെ കാര്യം. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര പെട്ടെന്ന് വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇദ്ദേഹത്തിന് ഈ കിട്ടിയ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സീറ്റിന് വേണ്ടി ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ സീറ്റിന് വേണ്ടിയുള്ള പരാക്രമമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് ഇതിനു മുന്നേ മനേകാ ഗാന്ധി അവർ മലപ്പുറത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്തിനാണ് ഇവർ മലപ്പുറത്തിലേക്ക് കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ നാൾ മുന്നേ ഒരു തമിഴ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേപോലെ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. ഒരു തമിഴ് ആളാണ് ഇരുന്ന് പറയുന്നത്, കേരളത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ ഹിന്ദുക്കൾക്ക് അതൊരു മുസ്ലിം രാജ്യം പോലെയാണ്. അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കുക, ഹിന്ദുക്കളെ
കയറ്റൂല എന്ന്, മലപ്പുറത്തേക്ക് ഹിന്ദുക്കളെ കയറാൻ പോലും അനുവദിക്കില്ല എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയുടെ ക്യാമറമാൻ മലപ്പുറംകാരനാണ്. അപ്പോൾ അയാൾ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറംകാരനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നത്, അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങളോട് ആരും ഇത് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ആ സംസാരിച്ച ആൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം ഇതേപോലെ എവിടെന്നോ കിട്ടുന്ന എന്തെല്ലോ ഇൻഫർമേഷൻ വെച്ച് ആരോ പടച്ചുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടൊന്ന് വിളമ്പുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസംഗം മുഴുവൻ നടത്തിയിട്ട് മലപ്പുറത്തുനിന്നാണ് പ്രസംഗിച്ചത്. അവിടുന്ന് അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൻ്റെ നേതാവാണ്, ഹിന്ദുക്കളുടെ. എന്നിട്ട് യാതൊരു പരിക്കുകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ അദ്ദേഹം വീട്ടിലെത്തിയില്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ പറയുന്ന ഈ വിദ്വേഷം, ഈ വിഷം എന്തിനാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ? ഇതൊന്നും ആരും ഏറ്റെടുക്കില്ല. ഇതെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകും. കാരണം 100% ലിറ്ററസി സാർ. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യവും കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഓർത്തു ഇതെല്ലാം ഏകദേശം ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സുരേഷ് ഗോപി തമ്പുരാൻ്റെ മാറ്റങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ ചെയ്ത കാര്യങ്ങളും. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഡാൻസ് കളിക്കുകയും അല്ലേ, കണ്ടതല്ലേ. ഒരു വീട്ടിൽ പോയി പെട്ടെന്ന് ഭക്ഷണം തരണം എന്ന് പറഞ്ഞ് അവിടുന്ന് ചോറ് മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് വളരെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കണമായിരുന്നു. അപ്പം എനിക്ക് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒത്തിരി കാലം ഈ രണ്ട് പാർട്ടികൾ വന്നിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ആ സമയത്തുള്ള കുറേ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികളും അവരുടെ ഫാമിലിയിലെ സ്ത്രീകളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടാതെ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതെല്ലാം ഇദ്ദേഹം വന്നാൽ മാറിക്കിട്ടുന്ന വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇദ്ദേഹത്തിന് കഴിയും എന്ന് വിചാരിച്ചിട്ടാണ് അവരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ വോട്ടുകളെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതൊരു BJP-കാരനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് വിശ്വസിക്കുന്നതിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ ഇതിനിടയിൽ മറ്റ് പല ആരോപണങ്ങളും ഉണ്ട്. ED പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വോട്ട് മറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കുറേ കമൻറ്റുകളും എന്താ പറയുക, പല രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ പോലും ഞാൻ കൂടുതലായും വിചാരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനെ കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത്, പാർട്ടി നോക്കിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത്രയും ജനങ്ങൾക്കിടയിൽ പോയി ഭയങ്കര ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് കരയുന്ന ഒരാളെ പോലെയാണ് പെരുമാറിയിരുന്നത്. ആ മനുഷ്യൻ ഇലക്ഷൻ ജയിച്ച് നേരെ പാർലമെൻറ്റിൽ എത്തിയതും ആൾ പെട്ടെന്ന് മാറി, പിന്നെ തമ്പുരാനായി മാറുകയാണ് ചെയ്തത്. പിന്നെ രാജാവായി. അതായത് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ താഴെയുള്ള വെറും പ്രജകൾ, പുഴുക്കൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. രാജാവ് വരുമ്പോൾ എന്താ പറയുക, പ്രജകളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കണം, തൊഴണം. പിന്നെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് കൊട നിവർത്തി കൊടുത്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വേണ്ട. അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ എണ്ണമറ്റതാണ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അദ്ദേഹത്തിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ നിന്ന ആൾക്ക് ഇപ്പോൾ കേരളം എന്ന് കേട്ടാലും ഇഷ്ടമല്ല, കേരളത്തിലെ ജനങ്ങളെയും ഇഷ്ടമല്ല, മാധ്യമങ്ങളെ പിന്നെ കണ്ണിനേരെ കണ്ടുകൂടാ. ഇതിനിടയ്ക്കൊരു മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന കാര്യം മറന്നുപോയെന്നുള്ളൂ, ഹിന്ദിയിലാണ് റിപ്ലൈ ചെയ്യുന്നത്. ഞാൻ അതിശയം വിചാരിച്ചു, ഇദ്ദേഹത്തിന് ഇതെന്താ പറ്റിയേ, ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയത് മറന്നുപോയെന്ന്. അപ്പം ഞാൻ പിന്നെ എടുത്തു നോക്കി. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിന്നിട്ട് ഈ റിപ്ലൈ കൊടുക്കുന്നത്. എല്ലാം നമ്മുടെ മലയാളം ചാനലുകളുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം മറ്റേ സിനിമയിലുള്ള ക്യാരക്ടേഴ്സാണെന്ന്. എനിക്ക് ഡയലോഗ് ഡെലിവറിയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം മാധ്യമങ്ങളിൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം സൂക്ഷിക്കണം, ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം എന്നൊക്കെയുള്ള ഡയലോഗ് കേൾക്കണം. ആരാണ് നമ്മൾ തിരഞ്ഞെടുത്ത, നമ്മളിൽ ഒരാളാണ്,
നമ്മളിൽ ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ജനപ്രതിനിധിയായിട്ട് വിടുന്നത് അല്ലേ? അപ്പോൾ നമ്മളിൽ ഒരാളാണെന്ന് അദ്ദേഹത്തിന് എന്താണ് തോന്നാത്തത്? അദ്ദേഹം മറ്റേ ഉന്നത കുലജാതനും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാനും വേണ്ടി റെഡിയായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സാധാരണ ജനങ്ങളെ ഒരു കൈപ്പാടകലെ നിർത്തണം എന്നാണോ പറയുന്നത്? അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ശോഭിച്ച ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിവിടെ വയ്ക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. ആ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മറ്റേ ഏകലവ്യനിലൊക്കെ ബീജിയം കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. പുള്ളി ആ ഇമേജിലാണ് ഇപ്പോഴും ഉള്ളത്. ആ ക്യാരക്ടേഴ്സിൽ നിന്നൊന്നും പുറത്തു വന്നിട്ടൊന്നുമില്ല. ഭയക്കണം എന്നൊക്കെ പറയുന്നത് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാ? നിങ്ങളോട് ഞാൻ എന്തിനാണ് ഉത്തരം പറയേണ്ടത്? ലാസ്റ്റ് ആ പറച്ചിൽ അത്ര നന്നാവില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞോളാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അദ്ദേഹം പള്ളിയിൽ പോവുകയും പിന്നെ മാതാവിന് കിരീടം വയ്ക്കുന്നു, പിന്നെ പള്ളിയിൽ ലഡു കൊണ്ടു കൊടുക്കുന്നു, അവിടുത്തെ എന്താ പറയുക, അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു. പക്ഷേ ജബൽപൂരിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അദ്ദേഹത്തിന് അതിന് മറുപടിയൊന്നും പറയാൻ താല്പര്യമില്ല. നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളിൽ കൂടിയാണ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം മാധ്യമങ്ങളോട് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയുക തന്നെ വേണം. പിന്നെ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നതും ഒക്കെ അതൊക്കെ നമുക്കറിയാമേ. എന്നാലും ഒരു പരിധി വരെ കാര്യങ്ങളെല്ലാം അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ്. അപ്പം നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാതിരുന്നത് കൊണ്ടോ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ദേഷ്യം വന്നതുകൊണ്ട് മിണ്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ ചെന്നിട്ട് മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടേ ഇല്ല, കട്ടി, ഞാൻ മിണ്ടൂല, പിണക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ലിഫ്റ്റിൽ കയറി പോയി. പിന്നെ അവിടുത്തെ ജീവനക്കാരോട് മാധ്യമങ്ങളോട് പുറത്തിറങ്ങി പോകാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനും കാര്യമായിട്ട് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഈ ജനങ്ങളുടെ സപ്പോർട്ടോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ രാജാവായിട്ടൊന്നും തുടരാൻ പറ്റില്ല. ഇത് രാജഭരണം അല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഇലക്ഷനെ നേരിടേണ്ടി വരും. ജനങ്ങളിലേക്ക് തന്നെ പിന്നെയും വരേണ്ടി വരും എന്നൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്. എമ്പുരാൻ സിനിമയുടെ റിലീസിന് ശേഷം ഗോകുലം ഗോപാലൻ്റെ വീട്ടിൽ റെയ്ഡ് ED പോയി. അപ്പം അത് പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെ ഈ എമ്പുരാൻ സിനിമയായിട്ടൊന്നും ഇനി യാതൊരു ബന്ധവുമില്ല. നമ്മൾ പണ്ടേ ഗോകുലം ഗോപാലൻ EDയുടെ നിരീക്ഷണത്തിലുള്ള ആളായതുകൊണ്ട് പോയതാണ്. അല്ല നിങ്ങൾ വിചാരിക്കണ പോലെ ഇത് മനഃപൂർവ്വം ഇപ്പം ആ സിനിമ കാരണം പോയതല്ല. പൃഥ്വിരാജിന് ഇവർ നോട്ടീസ് അയച്ചു. അതും നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. അത് എമ്പുരാൻ്റെ റിലീസുമായിട്ട് ഒരു ബന്ധവുമില്ല. കട്ട് ചെയ്യുന്ന സെൻസർ ബോർഡുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ നേരത്തെ ചോദിച്ചു വച്ചതിൻ്റെ ബാക്കി ഇപ്പം ചോദിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ആൻ്റണി പെരുമാറിനും കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒരു സംഭവം. EDയുടെ ഒരു എൻക്വയറി വരുന്നുണ്ട്. അതൊന്നും എമ്പുരാനുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലെന്നേ. അതൊക്കെ നമ്മൾ മുന്നേ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അതായത് എതിർത്താൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് അവർ വരും. നിങ്ങൾക്ക് ഏത് രീതിയിൽ അഭിപ്രായം പറയണം, ഏത് രീതിയിൽ നിങ്ങൾ പെരുമാറണം, നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം കേന്ദ്രത്തിൻ്റെ എന്തായാലും കേരളത്തിൽ അത്ര ശക്തമല്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ജനങ്ങളെ കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അതുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് മതേതര ഇന്ത്യയാണ് ഇഷ്ടം, ഞങ്ങളെല്ലാവരും ഒരേപോലെ കാണുന്നു, എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. നിങ്ങൾ തനിയെ സിനിമയുടെ സീൻസ് കട്ട് ചെയ്തത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, നിങ്ങൾ തനിയെ കട്ട് ചെയ്തതാണ്. ഇതിനകത്ത് യാതൊരു പ്രഷറും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ.